ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം നാമം 40. ഓം പുഷ്കരാക്ഷായ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാമം 40. പുഷ്കരാക്ഷഃ. പുഷ്കരം എന്നാൽ പുഷ്ടിപ്പെടുത്തുന്നത്. പുഷ്കരാക്ഷൻ എന്നാൽ പുഷ്ടിപ്പെടുത്തുന്ന കണ്ണുകളുള്ളവൻ എന്നർത്ഥം. ഭഗവാന്റെ കാരുണ്യപൂർവമായ കടാക്ഷം ലഭിക്കുന്ന ഭാഗ്യവാന് എല്ലാ ഐശ്വര്യങ്ങളും സ്വാഭാവികമായി ലഭിക്കും. ത്രിമൂർത്തികളിൽ മഹാവിഷ്ണു സ്ഥിതിക്കും രക്ഷയ്ക്കും അധികാരിയാണ്. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്ന ലോകങ്ങൾ നിലനിൽക്കുന്നത് വിഷ്ണുവിൻ്റെ രക്ഷാദൃഷ്ടിയുടെ ശക്തിയാലാണ്. പുഷ്കരം ജലത്തിൻ്റെയും പര്യായമാണ്. ജീവികളുടെ ജീവനമാണ് ജലം. ജലരൂപത്തിൽ സർവ്വജീവികളെയും വർദ്ധിപ്പിക്കുന്നത് ഭഗവാന്റെ നേത്രങ്ങളാണ്. അതുകൊണ്ട് ഭഗവാനെ പുഷ്കരാക്ഷൻ എന്ന് പറയുന്നു. പുഷ്കര ശബ്ദത്തിന് താമര എന്നും അർത്ഥമുണ്ട്. താമര ഇതൾ പോലെ വിശാലമായ കണ്ണുകളുള്ളവൻ. കണ്ണുകളെ താമര ഇതളുകളുമായി ഉപമിക്കുന്നത് സൗന്ദര്യമുള്ള കണ്ണുകൾ എന്ന അർത്ഥം വരുത്തുവാനാണ്. ഇങ്ങനെ താമര ഇതളുകൾ പോലെ വിശാലവും സുന്ദരവുമായ കണ്ണുകളുള്ളതുകൊണ്ട് ഭഗവാനെ പുഷ്കരാക്ഷൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു. പുഷ്കരഃ എന്നതിന് സൂര്യൻ എന്നും അർത്ഥമുണ്ട്. സൂര്യനാകുന്ന കണ്ണുള്ളവൻ. സർവസാക്ഷിയായ ആദിത്യൻ കണ്ണായുള്ള മഹാവിഷ്ണു പ്രപഞ്ചത്തിലുള്ള എല്ലാം കണ്ടറിയുന്നു. പ്രപഞ്ച പ്രവർത്തനത്തിന് ആവശ്യമുള്ള ഊർജം വെളിച്ചമായും ജ്ഞാനമായും താപമായും പ്രസരിപ്പിക്കുന്നതും പുഷ്കരാക്ഷനായ വിഷ്ണു ഭഗവാൻ തന്നെയാണ്. ഹരേ കൃഷ്ണ.